ഞാൻ പെണങ്ങോട്ടോ പറഞ്ഞേ. ഹായ് തന്തമാമ. തന്തമാമേ മോളെ, ഇത് ഹരിദ്വാറിൽ നിന്ന് വാങ്ങിയതാ. ശ്രീദേവിക്കും തങ്കമണിക്കും കൊടുക്കണം ട്ടാ. അമ്മേ, ഇത് കാശി വിശ്വനാഥന്റെ പ്രസാദം, അന്നപൂർണേശ്വരുടെ. എനിക്കും വേണം. ഇത് ഗംഗാതീർത്ഥം. അമ്മായി ഗൗരി, ഇത് കൊണ്ടുപോയി മറ്റിൽ വെക്കേ. മണിയാ, ഊഞ്ഞാൽ ആ കൊമ്പിലിട്ടാ മതി. അയ്യോ, ഒരു പക്ഷിക്കൂട്. മുട്ടോളം ഉടഞ്ഞു വിട്ടോ. മണിയാ, നോക്കി മുറിക്കണ്ടേ? അതെ അതെ, കൊമ്പായുമ്പോ പക്ഷികളെയും പ്രാണികളെയും തെരഞ്ഞു നോക്കിയല്ലേ ചെയ്യാ. അയ്യോ, മുട്ടകൾ ഉടഞ്ഞു വിട്ടോ. കഷ്ടായിപ്പോയി. അയ്യോ, എന്താണ്ടായത്? ഈ കൊമ്പ് വൃത്തിയാക്കിയപ്പോ അതില് കിളിക്കൂടുണ്ടായിരുന്നു. താഴെ വീണ് അതിലെ മുട്ട ഉടഞ്ഞു. അത് കണ്ട് ഭയന്ന് ബോധം കെട്ടതാ. അതിന് ഈ തങ്കമണി എന്തിനാ അകർന്നത്? എന്തെങ്കിലും ഉണ്ടായ ആളെ കൂട്ടാൻ ഒരാള് വേണ്ടേ? അമ്പാലികെ മോളെ, അമ്പാലികെ മോളെ, ഇതിനൊക്കെ ഇത്രയ്ക്ക് കരയാനുണ്ടോ മോളെ? എണീക്ക്. ആ മുട്ടയ്ക്കുള്ളില് ജീവനില്ലേ? അതെല്ലാം ഇല്ലാതാക്കിയില്ലേ മണിയൻ? കുട്ടി പറഞ്ഞപ്പോഴാ തോന്നണത് നമ്മളെ മാതിരി ആ പക്ഷിക്ക് വിഷമമുണ്ടാവല്ലേ. എന്റെ കുട്ടി നീക്ക്. ഇതിനൊക്കെ ബോധം കെട്ട് വീഴുക. എന്തൊക്കെ നേരിടേണ്ടതാ ഒരു മനുഷ്യജന്മം. മണിയാ, നീ ആ ഊഞ്ഞാല് ശരിക്കിട്ട് കൊടുക്ക്. ഓ, ഈ തങ്കമണിയാ സൂക്ഷിക്കേണ്ടത്. എല്ലാ ആപത്തിലും അവസാനം എവിടാ ചെന്ന് ചാടുക. എണീക്ക് മോളെ, എണീക്ക്. തങ്കമണി, തങ്കമണി നോക്ക് ശ്രീദേവി, തങ്കം കാട്ടിനുള്ളിലേക്ക് കയറി പോണു. തങ്കം പറഞ്ഞത് കേട്ടാലെന്താ? നിങ്ങൾ കൊടുക്കണേക്കാൾ അധികം പൂ കൊടുത്താലേ അമ്മാമ്മ എനിക്ക് നല്ല ഓണപ്പുടവ തരിക. അമ്മാമ്മ അങ്ങനെ ആർക്കും പക്ഷഭേദമൊന്നും കാണിക്കില്ല. പക്ഷെ അമ്മായി എന്നോട് പറഞ്ഞുവല്ലോ, അമ്മാമ്മയ്ക്ക് ഓപ്പോളേക്കാൾ ഇഷ്ടം എന്നെയാന്ന്. അതെ, നീ ഞങ്ങളെക്കാളും ചെറുതായതുകൊണ്ടാ. ചെല്ലക്കുട്ടി, അവസാനത്തെ ദോശ. ശ്രീദേവി ദാ വരുന്നു. എന്റെ കുട്ടിയോളെ, സന്ധ്യ ആവാറായി. തീർന്നില്ലേ മാലകെട്ടല്? സന്ധ്യക്ക് പാമ്പങ്കാവില് പോയാല് എന്താ അമ്മമ്മേ? പ്രായം തികഞ്ഞ പെൺകുട്ടികളെ കണ്ടാൽ അതും കാണാൻ കൊള്ളാവുന്ന കുട്ടികളാണെങ്കിൽ യക്ഷിയും ഗന്ധർവനും മോഹിക്കും. അതന്നെ. ഓപ്പോളാ ശ്രീയടുത്തേക്കാൾ കാണാൻ ഭംഗി അല്ല അമ്മമ്മേ? അവക്കിപ്പോ ഗന്ധർവൻ ആരുടെ കൂടെ ആദ്യം കൂടെ എന്ന് അറിയേണ്ടത്. നീ പേടിക്കണ്ട തങ്കമണി. എന്നെ മോഹിക്കുന്ന ഗന്ധർവനോട് നിന്റെ അടുത്ത് വരാൻ പറയാം, പോരെ? നോക്കൂ അമ്മമ്മേ. എന്താ അമ്പാലികേ, കുട്ടിക്കളിയാന്ന വിചാരം? വേണ്ടാത്ത പറയണ്ടാട്ടുവോ? അമ്പാലിക്ക് മുല്ലപ്പ് വെച്ചപ്പോ നല്ല ഭംഗിയാട്ടോ. ഇന്ന് ഗന്ധർവൻ പാട്ടും പാടി വരും. പെൺകുട്ടികൾക്ക് എന്തൊക്കെയാ പറയണ്ടെന്ന് ഒരു വ്യവസ്ഥ ഇല്ലാണ്ടായി പോയി. പോയി വിളക്ക് വെച്ചിട്ട് വരീൻ. ഞങ്ങളൊരു തമാശ പറഞ്ഞല്ലേ. വീടിന് ഇങ്ങോട്ട് വരട്ടെ. അമ്മമ്മയോടല്ലാതെ വേറെ ആരോടെ ഞങ്ങള് തമാശ പറയാ? ഞങ്ങള് പോവാ. ഗന്ധർവനോട് തമാശ പറയാൻ പറ്റുമോ? വേണ്ട വേണ്ട, അമ്മമ്മക്ക് ദേഷ്യം വരണ്ടാട്ടോ. ഞങ്ങൾ ഇപ്പൊ വരാം. പറഞ്ഞാ മനസ്സിലാവില്ല അച്ഛ. എന്താ ചെയ്യ? ധർമ്മദൈവങ്ങൾ തന്നെ കാക്കട്ടെ.
അമ്പാലികെ നമുക്ക് പോവാം. ശ്രീകുട്ടി, ആ പാമ്പ് ഇറങ്ങി വരും കേട്ടോ. നമുക്ക് പോവാ. തങ്കമണി, തങ്കമണി, പാലക്കൊക്കെ വീഴുന്നു. അമ്പാലികെ, എന്താ കുട്ടി? ആരും എന്റെ കവിളി തൊട്ടു. അയ്യോ, അമ്മായി, അമ്മായി, കാവിലെ സ്വർണ്ണ പാമ്പ് അതിങ്ങനെ ഓപ്പോളെ നോക്കിക്കൊണ്ട് നിക്ക. പാമ്പും കാവല് പിന്നെ പാമ്പില്ലാതിരിക്കും. അതല്ല അമ്മായി, ആ ഞങ്ങളുടെ പിന്നാലെ വന്നേ. എന്നിട്ട് അവരെവിടെ? പേടിച്ചിട്ട് ഞാൻ ആദ്യം ഓടി വരായിരുന്നു. ഇതാ ഞാൻ നേരത്തെ പോയിട്ട് വരണമെന്ന് പറഞ്ഞത്. എന്താ അമ്പാലികെ, നീ പേടിച്ചോ? നല്ലോണം പേടിച്ചിണ്ടാവും. അത് ഓപ്പോൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ പെണ്ണ് ഒന്നിനെ പത്താക്കിട്ട് പറയും. മുല്ലപ്പ് വെച്ചോണ്ട് തലവേദനിച്ചിട്ടാ. സന്ധ്യക്ക് പാലച്ചോട്ടി പോകരുതെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളായി പറയണ്. ഓരോന്ന് പറഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ പേടിയുണ്ടാക്കണ്ട. വല്ല ഗന്ധർവനോ യക്ഷിയോ കൂടണേന്റെ മുമ്പ് അവരുടെ കല്യാണം നടത്തണം. അമ്മേ, ഇക്കാലത്ത് യക്ഷം ഗന്ധർവനൊന്നുമില്ല. അതൊക്കെ കറണ്ട് വരണേന്റെ മുമ്പാ. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. പണ്ട് കാലത്ത് വല്ലതും ഉണ്ടായിരുന്നു വെച്ചാ അതൊക്കെ ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും നീ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ ബന്ധം ആലോചിക്കേ. അമ്മ പറയണേല് കാര്യമുണ്ട്. ഇന്നലെ അമ്പാലികയുടെ മുഖം കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. നിനക്കെന്താ ഭ്രാന്ത? സന്ധ്യക്ക് ഒറ്റയ്ക്ക് പാമ്പിനെ കണ്ട കുട്ടികൾ പേടിക്കില്ലേ? ഒന്ന് ജപിച്ച് കെട്ടിക്കാന്ന് വെച്ചാ തന്തമാമ എവിടില്ല. എനിക്ക് രാമനാരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ അന്ധവിശ്വാസം കാണുമ്പോ എന്തായാലും അമ്മ പറഞ്ഞ മാതിരി കുട്ടികളുടെ കല്യാണക്കാര്യം ആലോചിക്കണം. ഞാൻ ആലോചിക്കുന്നുണ്ട് ഗൗരി. അമ്പാലിയെയും ശ്രീദേവിയും ഒരേ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാ എന്റെ വിചാരം. പിന്നെ തങ്കമണിയെ നമ്മുടെ വരുതിക്ക് നിൽക്കുന്ന ഒരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് നമ്മുടെ ഒപ്പം തന്നെ താമസിപ്പിക്കണമെന്നൊക്കെയാ എന്റെ മോഹം.